ദൈവത്തെ മുൻനിർത്തി വേണം എല്ലാം തുടങ്ങുവാൻ. എല്ലാത്തിൻ്റെയും പ്രയോറിറ്റി ദൈവമാണെങ്കിൽ, എല്ലാത്തിൻ്റെ ആദ്യ ദൈവമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അന്ത്യത്തിലും ആര് കാണും? ദൈവം കാണും. ദൈവത്തെക്കുറിച്ചുള്ളൊരു വാക്കുണ്ട്, അൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും. ഭയങ്കര അർത്ഥമാണ്. ആദ്യ ദൈവമാണെങ്കിൽ ആദ്യം എന്നൊക്കെ പറയുന്നത് ഏറ്റവും ബെസ്റ്റ്. ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോർഡ്. ഗിവ് യുവർ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും ബെസ്റ്റ് ടൈം ഓഫ് ദ ഡേ ഏതാണ്? ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? ഏർലി മോർണിംഗ് ആണ്. ആദ്യം ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. അതുകൊണ്ടാണ് ഈ പ്രഭാത പ്രാർത്ഥന. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? സന്ധ്യ ഒരു തുടക്കമാണ്, രാത്രിയുടെ ആദ്യമാണ്. അർദ്ധരാത്രി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദിവസത്തിന്റെ ആദ്യമാണ്. അർദ്ധരാത്രി പ്രാർത്ഥന. അതുകൊണ്ടാണ് സംഗീതം 118 പറയുന്നുണ്ട്, 119 പറയുന്നു, അവിടുത്തെ നീതിയുള്ള വിധികൾ ഹേതുവായി അവിടുത്തെ സ്തുതിക്കേണ്ടതിന് ഞാൻ എപ്പോൾ എഴുന്നേക്കും? അർദ്ധരാത്രി എഴുന്നേക്കും. അർദ്ധരാത്രി പ്രാർത്ഥിക്കുന്നത് ആദിയാണ്. ദിവസത്തിന്റെ എന്താണ്? ആദിയാണ്. 4 യാമങ്ങളായിട്ടാണ് രാത്രിയെ കാണുക. ഏതൊക്കെയാ? 1-ാം യാമം, 2-ാം യാമം, അർദ്ധരാത്രി യാമം, പ്രഭാത യാമം. 1-ാം യാമം 6 മുതൽ 9 വരെ, 9 മുതൽ 12 വരെ, 12 മുതൽ 3 വരെ, 3 മുതൽ 6 വരെ. യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ പഴയ അമ്മമാരെല്ലാം അങ്ങ് തന്നെ. അത് സമുദായസ്ഥരായ അമ്മമാർ പോലും എപ്പോൾ എഴുന്നേക്കും? രാത്രി. എന്നിട്ട് യാമപ്രാർത്ഥനകളെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. യാമപ്രാർത്ഥനയ്ക്ക് പുസ്തകത്തിൽ, പ്രാർത്ഥനാക്രമത്തിൽ സമുദായ സഭകളിൽ പോലും എനിക്ക് തോന്നുന്നു യാമപ്രാർത്ഥനകളുണ്ട്. ഉണ്ടോ? ഉണ്ട്. യാമങ്ങളിൽ എഴുതുന്നത് എൻ്റെ വലിയ പ്രാർത്ഥിക്കുന്ന യാമപ്രാർത്ഥന. യാമങ്ങൾ പ്രത്യേകിച്ച് ഈ നോയിപ്പൊക്കെ നടക്കുന്ന സമയങ്ങളൊക്കെ യാമപ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. എന്തിനാ യാമങ്ങളിൽ പ്രാർത്ഥിക്കുക? അടുത്ത യാമം തുടങ്ങുന്നതിൻ്റെ ആദിയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ആദി ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. എല്ലാത്തിൻ്റെയും ആദി ആർക്കുള്ളതാ? ചുരുക്കത്തിൽ ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ഏറ്റവും ബെസ്റ്റ് ആർക്കുള്ളതാ? ഗിവ് യു ദ ബെസ്റ്റ് ടു ദ ലോർഡ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിനോട്. ഏറ്റവും നല്ലത് ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഏതാ? വിച്ച് ഈസ് ദ ബെസ്റ്റ് ടൈം ഓഫ് യുവർ ലൈഫ്? യൗവനമാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗി 12 പറയുന്നു, യൗവനക്കാരാ യൗവനകാലത്ത് സൃഷ്ടാവിനെ അറിയാം. അപ്പം യൗവനം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. യൗവനം ദൈവത്തിന് കൊടുത്താൽ ഒരു ഗുണമുണ്ട് കേട്ടോ. ഈ യൗവനം ദൈവത്തിന് കൊടുത്താൽ, വേദപുസ്തകത്തിലെ ഏറ്റവും നല്ല വാക്കാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യാണ്, നരയ്ക്കുവോളം ഞാൻ എന്ത് ചെയ്യും? ചുമക്കും. നര എന്ന് പറയുന്നത് ഇന്ന് വേറൊരു അകാല നരയുണ്ട്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടും കച്ചവടം കാത്തുകൊണ്ടും ഒക്കെ നര നേരത്തെ വരുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? അകാല നരയാണ് അല്ലേ? അകാല നരയാണ്. പിള്ളേർക്കൊക്കെ സങ്കടമാണ് അകാല നര. ഒത്തിരി പിള്ളേരും ഡൈയാണ്. എന്നാലും വേദസംഗീതത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ നീ ഉപേക്ഷിക്കരുത്. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത്. അപ്പോൾ വാർദ്ധക്യത്തിന്റെ ഒരു കോൺസിക്വൻസ് ആണ്, വാർദ്ധക്യത്തിന്റെ ഒരു കൂടപ്പുറപ്പാണ് നര എന്ന് പറയുക. അപ്പോൾ നരയ്ക്കുവോളം ഞാൻ എന്ത് ചെയ്യും? ചുമക്കും. അതിനൊരു കാര്യമുണ്ട്. ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒത്തിരിപ്പേരുണ്ട്, ബാല്. അങ്ങനെയുള്ള ബാബിലോണിയൻ ഒരു സംസ്കാരത്തിലുള്ള പലതിനെ അവർ ചുമന്നുകൊണ്ട് പോവുക. അപ്പോൾ ഇവർ ചുമക്കുന്നവർ കുറച്ച് കഴിയുമ്പം പെടല് കഴിക്കും. അതിൻ്റെ ഈ ബാബിലോണിയൻ പ്രൊസഷനൊക്കെ പോകുന്ന കണ്ടുകൊണ്ടൊക്കെയാണ് പ്രവാചകൻ എന്ന് പറയുക. ചുമക്കുന്നവരുടെ പെടൽ എന്ത് ചെയ്യും? കഴിക്കും. അപ്പം മേളിയിരിക്കുന്ന ആൾ എന്ത് ചെയ്യും? മേളിരിക്കുന്ന ആൾ വണങ്ങും. ബാൽ വണങ്ങും, നെബോ കുനിയും. മേളിരിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? വണങ്ങും. അത് കണ്ടുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ചുമക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ചുമക്കും. എപ്പം ചുമക്കും? നരയ്ക്കുമ്പം ചുമക്കും. നരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും? ചുമക്കും. നരയ്ക്കുമ്പം കർത്താവ് ചുമക്കണമെങ്കിൽ ആരോഗ്യമുള്ളപ്പം ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ബെസ്റ്റിൽ നമ്മൾ ദൈവത്തെ ചുമക്കണം. ബെസ്റ്റിൽ ദൈവത്തെ ചുമന്നാൽ നരയ്ക്കുമ്പോൾ ആര് ചുമക്കും? ദൈവം ചുമക്കും. എല്ലാവരും പുസ്തകം ഒന്നെടുത്ത് സ്തോത്രം ചെയ്തേ. ഇത് ചുമക്കണം. എപ്പം ചുമക്കണം? ബെസ്റ്റ് ചുമക്കണം. ബെസ്റ്റിൽ ചുമന്നാൽ നമ്മൾ ക്ഷീണിക്കുമ്പോൾ ആര് ചുമക്കും? നമ്മെ ചുമക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഉള്ളത് ആശാരിയാണ്. അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് ഇറങ്ങിയപ്പം നടന്നൊരു കാര്യമുണ്ട്. പുസ്തകം എടുത്ത് തലയെ വെച്ചുകൊണ്ട് ഇറങ്ങി. കേട്ടുണ്ടോ? പുസ്തകം കണ്ടിട്ടുണ്ടോ? വീഡിയോ പുസ്തകം നോക്കുന്നേ. പുള്ളി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പം വാട്ട് ഈസ് ഇറ്റ് ചോദിച്ചാൽ പറഞ്ഞു, ഈ ബൈബിളാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പം വേദപുസ്തകം ചുമന്നാൽ ചുമക്കുന്നവനെ ആര് ചുമക്കും? ദൈവം ചുമക്കും. എപ്പം ചുമക്കും? നരയ്ക്കുമ്പം ചുമക്കും. ആർക്കും വേണ്ടാന്ന് വരുന്നൊരു കാലമാണ് എന്ത്? നര. എല്ലാവർക്കും ഭാരമാകുന്നൊരു കാലം.
സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് പ്രായമുള്ളവരൊക്കെ പ്രാർത്ഥിക്കും, ആർക്കും എന്നെ എന്താക്കരുതേ, ഭാരമാക്കരുത്. നമ്മൾ ഈ സ്നേഹത്തോടൊക്കെ പറയും, തളർന്നൊക്കെ പോകുമ്പോൾ ഇങ്ങനാണേലും കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ പോലും കിട്ടി കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും എന്താകും, ഭാരമാകും. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, നീ എനിക്ക് ഒരിക്കലും ഭാരമാകത്തില്ല. എങ്ങനെ? നീ എന്നെ ചുമന്നാൽ ഒരിക്കലും നീ എനിക്കൊരു എന്താകത്തില്ല, നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ച് കൊള്ളുവാൻ പറഞ്ഞ കർത്താവ്. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കുക? ദൈവത്തിന് കൊടുക്കുക. ഒന്നുകൂടെ വചനം എന്ന് പറഞ്ഞേ, ആദിയില് വചനമാണ്. ആദിയില് വചനം പറഞ്ഞേ, ആദിയില് വചനം. അതുകൊണ്ട് ഈ ബെസ്റ്റ് ലോർഡ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാതെ ബെസ്റ്റ് വേറൊന്നിനൊക്കെ കൊടുത്താൽ, ബെസ്റ്റ് ലോകത്തിന് കൊടുത്താൽ പെട്ടെന്നൊരു കുഴപ്പമുണ്ട്. അവസാനം ലോകത്തിന് നമ്മളെ വേണ്ടാതെ വരും. അതിങ്ങനെ നമ്മളെ ചവച്ച് തുപ്പുന്നു. അതുകൊണ്ടാണ് ഈ പാപത്തിന് പുറകെ പോകുന്നവരുടെ അവസാനം വല്ലാതെ കഷ്ടപ്പെടുക. നാളെ അത് നമ്മളെ ചവച്ച് തുപ്പും. എന്നാൽ ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തവരെ എല്ലാം അവസാനം ചുമക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയുള്ള ശക്തി നീയേ ദേവാ, അന്തിയുള്ള മകൾ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയും. എല്ലാം ഉയർത്തി ഒന്ന് പാടിക്കേ. അന്ത്യവാരെയുമെന്നെ കാവൽ നന്ദികയുള്ള മകൻ ശക്തി നീയേ ദേവാ, അന്തികയുള്ള മകൾ. എന്നോടുള്ള നിൻ സർവ നന്മകൾ ഹല്ലേലൂയ. ഇപ്പോൾ എന്തോ ചെയ്യേണ്ടു നീ, ഒരിക്കലൂടെ പാടിക്കേ. അന്ത്യവരെയുമെന്നെ കാവൽ അന്തികയുള്ള മകൾ ദേവാ, അന്തികെ. അപ്പോൾ ആദ്യ ദൈവത്തിന് കൊടുത്താല് അന്ത്യത്തിൽ ആര് കാക്കും? ദൈവം കാക്കും. ഗിവ് ദ ബെസ്റ്റ്. ഏറ്റവും നല്ലത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഏറ്റവും നല്ല സമയം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് സമയം കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സമയം ദൈവത്തിന് കൊടുക്കുക. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചത് യോഹന്നാൻ പറയുന്നു? ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വേർഡ് വാസ് വിത്ത് ലോർഡ്. ദൈവം ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഉളവായതെല്ലാം വചന മുഖാന്തരം എന്ത് ചെയ്തു? ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചവൻ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യമാണ്, ആദ്യം ദൈവം സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചെന്ന് കാണുന്നുണ്ട്. നമ്മൾ ഈ ബിഗ് ബാങ് തിയറിയെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്. ബിഗ് ബാങ്, വലിയൊരു സ്ഫോടനം ഉണ്ടായി, ഭൂമി ഉണ്ടായി. ഈ സ്ഫോടനം ഉണ്ടാകണമെങ്കിൽ ചുമ്മാ ഉണ്ടാവൂ? റീസൺ, അതിനൊരു കാരണം വേണം. ആ കാരണം ഇനി ബിഗ് ബാങ് ആണ് ശരിയെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായത് ആര് മുഖാന്തരമാണ്? ഉണ്ടാകട്ടെ എന്നൊരു ശബ്ദം, ആ ശബ്ദമാണ് സകലത്തെ എന്താക്കിയത്? ഉളവാക്കിയത്. ആ ശബ്ദം ദൈവത്തിന്റെ വചനമുണ്ടായിരുന്നു, ആദി ശബ്ദം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയുന്നു, മരുഭൂമിയെ നടുക്കുന്ന ദൈവശബ്ദം, മാൻപേടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന ദൈവശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന്റെ വചനം പറയാൻ തകർക്കുന്ന ചുറ്റികയാണ് ദൈവവചനം. വചനമില്ലാത്തതുള്ളതുപോലെ വിളിച്ചു വരുത്തും. രണ്ടാമത്തെ ഒരു കാര്യം, ആദിയിൽ ദൈവം ഉള്ളവന്റെ വായിൽ എപ്പോഴും എന്ത് കാണും? വചനം കാണും. പറഞ്ഞേ, ആദിയിൽ എന്തുണ്ടാകണം?
വചനം ഉണ്ടാകണം. വചനം 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 അതിലെന്തുണ്ടാകണം? വചനം ഉണ്ടാകണം. വചനം ഉണ്ടാകണമെങ്കിൽ അതിലെന്ത് വേണം? അകത്ത് എന്തോ വേണം? വചനം വേണം. വചനം വേണമെങ്കിൽ എന്തുണ്ടാകണം? വചനം വായിക്കണം. ഒരു ദൈവദാസൻ എന്ന നിലയിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിശ്വാസി സമൂഹത്തെ കുറിച്ചൊക്കെ ലജ്ജിക്കേണ്ടി വരാറുണ്ട്. അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ലജ്ജയുണ്ടാകും, പ്രയാസം ഉണ്ടാകും. അതൊക്കെ ഇതിൻ്റെ എല്ലാം ഭാഗങ്ങളാണ്. എന്നാൽ ചില സമയങ്ങളിൽ അഭിമാനം തോന്നാറുണ്ട്. അഭിമാനം തോന്നിയ ഒരു സമയം അക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് സഭയിലേക്ക് വന്നുകൊണ്ട് അതിനൊക്കെ കേൾക്കാൻ വേണ്ടി വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഒരു ചെറിയ ബിസിനസ് നടത്തി. ആ ബിസിനസ് മൊത്തം നടത്തുന്നത് അക്രൈസ്തവരാണ്. അതിൻ്റെ ചുറ്റുമുള്ളവരല്ല, അവിടെ മുമ്പിൽ നിൽക്കുന്ന ഓട്ടോറിക്ഷക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെല്ലാം തന്നെ ആ സമൂഹം മുഴുവൻ ക്രൈസ്തവ ഒരു മേജർ ഡോമിനൻ്റ് ഒരു സമൂഹമാണ്. അതെല്ലാം ഇദ്ദേഹം ഇങ്ങനെ അവിടെ നടുവിൽ ഇങ്ങനെ ആ സമൂഹത്തിൽ ഇങ്ങനെ പള്ളിയൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ഒത്തിരി കഷ്ടങ്ങളുടെ കൂടെ ഒക്കെ പോയൊരു സൗകര്യം. ഞാൻ ഉച്ചയ്ക്ക് അവിടെ കട കയറി. ആ കടക്കാര്യമായ സാധനങ്ങളൊന്നുമില്ല, അതൊക്കെ ഒന്ന് ക്ഷീണിച്ചിരിക്കുക. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒറ്റയ്ക്ക് ഞാൻ ആ കടയിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഇരുന്ന് വേദവസ്തം വായിക്കുക, അതിൻ്റെ കൗണ്ടറിനകത്തിരുന്ന് വേദവസ്തം വായിക്കുക. ഞാൻ ചെന്നതും നിന്നതും ഒന്നും ഈ മനുഷ്യൻ അറിയുന്നില്ല. അയാൾ വചനം വായിച്ചത്. ഞാൻ 10 മിനിറ്റോളം നിന്നേ പിന്നാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അദ്ദേഹം തിരിച്ചറിയും. ഒരു ധൈര്യമായിട്ട് കച്ചവടമൊന്നും ഇല്ല, അതെന്തെങ്കിലും ആട്ടെ. രാവിലെ വരും, കട ഉറക്കും, ബൈബിൾ എടുക്കും, വായിക്കും. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, നമ്മളെ കിട്ടും, മതി. ബാക്കി മുഴുവൻ സമയം എന്തോ വായിക്കും? വേദവസ്തം വായിക്കും. അപ്പം വേദവസ്തം വായിക്കണം. വേദവസ്തം വായിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. യു ഹാവ് ടു റീഡ് ബൈബിൾ. അങ്ങ് വെറുതെ വായിക്കണം, അങ്ങ് വായിക്കണം. ഈ വായിക്കാൻ തുടങ്ങിയാലേ അതിന് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകത്തും. ഈ കോട്ടയത്ത് കടന്ന സെലിബ്രേഷൻ ഓഫ് ഹോപ്പ് എന്ന മഹാ കൺവെൻഷൻ നടന്നു. ആ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ വിവാദങ്ങളൊക്കെ വീഡിയോയിലൊക്കെ വന്നു. പക്ഷേ എനിക്ക് ആ വീഡിയോയിലൊക്കെ ഇട്ടവരോടെല്ലാം വിത്ത് ഓൾ റെസ്പെക്റ്റ് ഒരു കാര്യമുണ്ട്, ഇടേണ്ട പല കാര്യങ്ങളും ഇട്ടില്ല. അന്ന് അവിടെ വന്ന മെയിൻ പാസ്റ്റർ പറഞ്ഞു, രാവിലെ 3 മണിക്ക് ഞാൻ എഴുന്നേക്കും, 20 മുതൽ 30 വരെ അധ്യായം വായിക്കും, ഒരു പ്രാവശ്യം 7 പ്രാവശ്യം ഒരു വർഷത്തിൽ ബൈബിൾ വായിച്ചു തീർക്കും. ഇതാരും കട്ട് ചെയ്തിട്ടില്ല. എനിക്കതങ്ങ് ഭയങ്കര സങ്കടമായിപ്പോയി. അതുകൂടെ ഉണ്ടാകണം. അതിനെ ഇടാഞ്ഞേ ഇട്ടവരോടെല്ലാം ചോദിക്കുക, അതുകൂടെ ഒന്ന് ഇടണേ. അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റീവ്. അത് കേട്ട ഒരു പാസ്റ്റർ അന്നേരം തിരിച്ചു പോയിട്ട് സഭയിൽ 4 മണിക്ക് യോഗം വെച്ചു. 4 മണിയാകുമ്പോൾ വരിക, കുറെ നേരം പ്രാർത്ഥിക്കുക, പിന്നീട് എന്ത് ചെയ്യുക? വേദവസ്തം വായിക്കുക. ഒരു ദിവസം 20 അധ്യായം വരെ വായിക്കും, 20 മുതൽ 30 അധ്യായം വരെ. ഒരു പ്രാവശ്യം എനിക്കങ്ങ് ഭയങ്കര ലജ്ജ തോന്നി. കാരണം ഞാൻ പാസ്സാണ്, അത്യാവശ്യം ഇവിടെ ഒക്കെ പറഞ്ഞില്ലേ മലയാളികളുടെ അറിയുന്നൊക്കെ. ഞാൻ വേദവസ്തമായിട്ട് ഒരു പകലിരുന്നപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, വൈകിട്ട് പ്രസംഗം ഉണ്ടോന്ന്. കാരണം അവനറിയാം പ്രസംഗം ഉണ്ടെങ്കിൽ പ്രസംഗം ഉള്ളപ്പോഴേ അപ്പ എന്ത് വായിക്കത്തുള്ളൂ എന്നറിയാവുന്ന ഒരു കാലത്തിലേക്ക്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നിങ്ങളൊക്കെ നല്ല മനുഷ്യരാണ്. എന്നാലും എനിക്ക് എന്നോട് ഭയങ്കര ലജ്ജ തോന്നി. ആ മനുഷ്യനെ കുറിച്ച് പറയുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റിട്ട് 20 മുതൽ 30 അധ്യായം വരെ എന്ത് വായിക്കും? വേദവസ്തം. അതാരും കേട്ടോ പറഞ്ഞത് 20 മുതൽ 30. അത് കേൾക്കേണ്ട ആരും കേൾക്കത്തില്ല. കേൾക്കേണ്ട ആരും കേൾക്കത്തില്ല. പക്ഷേ ആരും കേൾക്കത്തില്ല. അറിയുന്നത് അത് ഭയങ്കര ഒരു ഇമ്പാക്റ്റാണ്. അപ്പോൾ എന്ത് വായിക്കണം? ബൈബിൾ വായിക്കണം കേട്ടോ മക്കളെ. എന്തോ വായിക്കണം? ബൈബിൾ അങ്ങ് വായിക്കണം. ബൈബിൾ വായിച്ചാൽ ബൈബിൾ അകത്ത് വചനം വരും. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ മറ്റൊരു സംഭവം. ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത് അതിനായിട്ട് ഈ നമുക്ക് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു കുറേ നാക്കും പറഞ്ഞു. ഞങ്ങളുടെ ഒരു മാസം നടക്കുക, എൻ്റെ അമ്മയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ പർച്ചേസിങ്ങിന് പോകാൻ വേണ്ടി എല്ലാവരും നിൽക്കുന്നു. മാസികത്ത് പിറ്റേ ദിവസം ഒരു വലിയ ഫംഗ്ഷനാണ്. അപ്പം അതിൽ തിരക്കി നിൽക്കുമ്പോൾ ഒരമ്മ കയറിയാണ്. അപ്പം ഞാൻ ആ അമ്മയെ കണ്ടപ്പോൾ അമ്മ എന്താ വന്നെന്നൊക്കെ ചോദിച്ചു. നല്ലൊരു അമ്മ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ മോൻ വിളിച്ചിട്ട് പോയി വണ്ടി ഒരാളെ ഇടിച്ചു, അവർ സീരിയസ് ആണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണ്. അപ്പം പ്രാർത്ഥിച്ച ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ധൃതിയിലാണ് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ ഏത് സഭ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ സ്വർഗീയ സഭയിലാണ് പോകുന്നു പറഞ്ഞു. അപ്പോൾ സ്വർഗീയ സഭ മനസ്സിൽ വരുന്ന ഒരു വാക്കുണ്ട്, എന്താ? ഹെവൻലി ഫീസ്റ്റ്. അപ്പോൾ അമ്മ എടുത്ത് വായിച്ച് ഹെവൻലി ഫീസ്റ്റ് തുടങ്ങുന്ന ഒരു സമയമാണ്. ഹെവൻലി ഫീസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അല്ല, പിന്നെന്താണ്? അപ്പോഴാണ് പറയുക, അവർ സിംബോളിക്കലി പറഞ്ഞ അവരൊരു സഭയുടെ അംഗമല്ല, അവരൊരു അക്രൈസ്തവ അമ്മയാണ്, ടീച്ചറാണ്. പക്ഷേ അവരൊരു ഈ അന്ന് റേഡിയോ കേട്ട് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട സ്ത്രീ, അതാണ് അവർ. അതുകൊണ്ടാണ് അവർ പറഞ്ഞ് ഞാൻ ഇവിടുത്തെ അംഗമാണ്, സ്വർഗീയ സഭയുടെ അംഗം. അപ്പം സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം
ഞാൻ ചോദിച്ചു ഇങ്ങനെ ഇവിടെ വരാൻ വഴി അറിയാമായിരുന്നു. അപ്പോൾ ഈ ആൻറ്റി എന്നോട് പറയുകയാണ് വഴി അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇറങ്ങിയപ്പോൾ ഒരു വചനം മനസ്സിൽ വന്നു, ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും, അതിൻ്റെ വഴിയോ പാതയൊക്കെയും നേരെയാക്കി. കയറിയിരുന്നപ്പോൾ എൻ്റെ വണ്ടിയുടെ സീറ്റിൽ നാക്ക് നിങ്ങളുടെ വീട് അറിയായിരുന്നു. അവർ പറഞ്ഞ് പേടിക്കണ്ട, അവിടെ ഞാൻ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. ദൂതൻ നിനക്ക് മുമ്പായിട്ട് പോകും. അപ്പം ഞാൻ ചോദിച്ചു ആക്സിഡന്റ് ഉണ്ടായ കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ സീരിയസ് ആണ്, പക്ഷെ ഇന്നലെ കിട്ടിയ വചനം ലാസറിനെ ഉയർപ്പിച്ചതാണ്. മെനിഞ്ഞാന്ന് കിട്ടിയ വചനം നായിമ്പട്ടണത്തിലെ വിധവയുടെ മകനെ തൊട്ടതാണ്. ഇപ്പം എനിക്ക് കൺഫർമേഷനൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ചോദിച്ചു ആൻറ്റി ഇങ്ങനെ വേദസമൊക്കെ വായിക്കുന്നതിന് വീട്ടിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന് പ്രശ്നമുണ്ട്, പക്ഷെ മോനെ ലോകത്തെയും കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അടുത്തപ്പം ഞാൻ ചോദിച്ചു പിന്നെ എന്തെങ്കിലും വർത്തമാനം പറയാം. വർത്തമാനം പറഞ്ഞപ്പോൾ സൗകര്യം ഉണ്ട്. പറഞ്ഞു കർത്താവിന്റെ സുവിശേഷം പറയുന്നുണ്ട് ഈ തൊഴുത്തിൽപ്പെടാത്ത കുറേ ആടുകൾ എനിക്ക് ഉണ്ട്, അതാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ കുറച്ച് പൈസ തന്നു. ഞാൻ പറഞ്ഞു ആൻറ്റി പൈസ വേണ്ട. അപ്പോൾ ആൻറ്റി എന്നോട് പറയാണ് നിർബന്ധത്താലരുത്, സങ്കടത്തോടരുത്, സന്തോഷത്തോട് കൊടുക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യുന്നു സ്നേഹിക്കും. ഞാൻ സംസാരിച്ചപ്പോൾ ഇന്ന് വരെ പള്ളി പോയിട്ടില്ല, ഇന്ന് വരെ ഒരു ചർച്ചിൽ പോകാനുള്ള അവസരം അവർക്കുണ്ടായിട്ടില്ല. പക്ഷേ അവരുടെ വായിൽ എന്താ വരുന്നത്? വചനമാണ് വരുന്നത്. ഈ വചനം വരാൻ കാര്യം അവരെന്ത് വായിക്കുന്നുകൊണ്ടാണ്? വചനം വായിക്കുന്നുണ്ട്. അപ്പം വചനം വായിച്ചാൽ എന്ത് വരും? വചനം വരും. വചനം വന്നാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? ജീവനുണ്ടാവും. ജീവൻ അത് ഭയങ്കര സത്യമാണ്. എവിടെല്ലാം വചനം പറയുന്നു അവിടെ എല്ലാം എന്തുണ്ടാകും? ജീവനുണ്ട്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ അകത്തെന്ത് വേണം? വചനം വേണം. വചനം അകത്ത് വേണമെങ്കിൽ വചനം കേൾക്കണം. വചനം കേൾക്കണം. ഈ അന്ത്യവിധികളെ കുറിച്ച് പറയുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന 3-4 വിധികളുണ്ട്. അതിൽ ഒന്നാമത്തെ വിധി എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ആ കാലഘട്ടത്തിൽ നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. കേട്ടിട്ടുണ്ടോ? നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ ന്യായം വിധിക്കും. നിനവേക്കാർക്ക് ഈ തലമുറയെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്നാ? What is the right to judge this generation എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞു നിനവേക്കാർ എഴുന്നേറ്റ് ഈ തലമുറയെ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. നിനവേക്കാർക്ക് ഈ തലമുറയെ ന്യായം വിധിക്കാനുള്ള റൈറ്റ് എന്താ? അവരൊറ്റ പ്രസംഗം കേട്ടുള്ളൂ, ആ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? മാനസം. അവർ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ ആരെ ജഡ്ജ് ചെയ്യും? നിനവേക്കാരൻ ജഡ്ജ് ചെയ്താൽ ഒരിക്കലും ഗോവിന്ദനെയും രാധാമണിയമ്മയെ ഒന്നും ജഡ്ജ് ചെയ്യത്തില്ല. കാരണം അവരെന്ത് കേട്ടിട്ടില്ല, കേട്ടില്ല. നിനവേക്കാർ ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമ്മളെയൊക്കെ ജഡ്ജ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ഒത്തിരി കേട്ടു, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അല്ലേ? കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്ത, എന്നാൽ എല്ലാ പ്രസംഗവും അറിയാമെന്ന ഈ പാഷന്മാരുടെ സ്ഥിരം ഡ്രൈവർമാരുണ്ട്. അവർ പറയാറുണ്ട് സകല പ്രസംഗവും ആർക്കറിയാം? അവർക്കറിയാം. അവർക്ക് അടുത്ത ഉദാഹരണം എന്താണെന്നറിയാം. അവർ സ്ഥിരം കേൾക്കുന്ന, പക്ഷെ മാറ്റം ഉണ്ടാകുന്നുണ്ടെന്നാണോ വിഷയം? നിനവേക്കാര വചനം കേട്ടിട്ട് എന്ത് ചെയ്തു? മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുള്ളൂ. തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്ന്, ക്യൂൻ ഓഫ് സൗത്ത്, അതല്ല തെക്കേ രാജ്ഞി, ക്യൂൻ ഷേബ, തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്ന് ഈ തലമുറയെ നീ ന്യായം വിധിക്കും. തെക്കേ രാജ്ഞിക്ക് ന്യായം വിധിക്കാനുള്ള അധികാരം എന്താ? തെക്കേ രാജ്ഞി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ക്യൂൻ ഷേബ കഷ്ടപ്പെട്ട്, ക്യൂൻ ഷേബയുടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ട്, മസ്കറ്റോ അല്ലേ സലാലയിലും കണ്ടാണ് തോന്നുന്നു, അവരുടെ കൊട്ടാരവും അതൊക്കെ കണ്ടു. സലാല അങ്ങനെ ഐതിഹ്യമില്ലേ, അവരുടെ എക്സ്കവേഷൻസ് കണ്ടെന്ന്. ഓക്കെ, ക്യൂൻ ഷേബ അവിടുന്ന് ആരെ അന്വേഷിച്ചു പോയി? ശലോമിനെ അന്വേഷിച്ചു പോയി. എന്ത് കിട്ടാനാ? ജ്ഞാനം കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി. എങ്ങനെ ആയിരിക്കും അന്നത്തെ കാലത്തെ യാത്ര? മരുഭൂമിന്റെ പുറത്താ, അന്ന് ഒട്ടകത്തിന്റെ പുറത്തൊക്കെ ആയിരിക്കാം. ഏതായാലും കഷ്ടപ്പെട്ട ഷേബ പോയി. എന്ത് കിട്ടാൻ? ജ്ഞാനം കിട്ടാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അവരെ ന്യായം വിധിക്കാൻ എന്ത് കഷ്ടപ്പാടായിരിക്കും? നിങ്ങളൊന്ന് നോക്കിയ സലാല ടു അവിടം വരെ, അവിടെ ആണെങ്കിൽ അല്ലെങ്കിൽ അവരിരുന്ന സ്ഥലത്തു നിന്ന് അവിടം വരെ ഒട്ടകത്തിന്റെ പുറത്ത് ഈ വെയിലത്ത് പോയി. ആര്? ഒരു പെണ്ണ്. അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. അന്നത്തെ ഇന്ന് പോലും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനൊക്കെ ഒറ്റ. ഇപ്പോഴത്തെ പെൺപിള്ളേരൊക്കെ പറയും അതിന് പെണ്ണായി പോയി തന്നെയാണ് ഞാൻ പൊക്കോളാന്നൊക്കെ പറഞ്ഞ് സോളോ ട്രിപ്പിനൊക്കെ പോയി ചാടിപ്പോകുന്ന പെൺപിള്ളേരൊക്കെ ഇന്നത്തെ കാലത്തുണ്ട്. അവർ പോകുന്ന വഴിക്കത്തെ വീഡിയോ ഒക്കെ ഇട്ട് യൂട്യൂബിൽ കാശൊക്കെ ഉണ്ടാക്കും. എന്നാൽ പോലും അന്ന് പെൺപിള്ളേർക്ക് പോകാനൊക്കൂ? അന്നൊരു സ്ത്രീ പോയി എന്തന്വേഷിച്ച? ജ്ഞാനം അന്വേഷിച്ച്, വിസ്ഡം, ജ്ഞാനം. ശലോമിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? അവൾ എഴുന്നേറ്റ് വന്നിട്ട്, തെക്കേ രാജ്ഞി എഴുന്നേറ്റ് വന്നിട്ട് ഈ തലമുറയെ ന്യായം വിധിക്കൂ എന്ന് പറയുമ്പോൾ തെക്കേ രാജ്ഞി റൈറ്റ് എന്താ? ഭാഷ പറയുകയാണ്, ബഹ്റിന്റെ എല്ലാ ഭാഗത്തുനിന്നും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, എന്നെ വരാത്തെ?
നിങ്ങളെല്ലാ ഭാഗത്തും വണ്ടി ഇടുന്നു. ഞാൻ ദിവസം 12 വണ്ടി ഇട്ട് പിടിക്കുന്ന ആളാ, എന്നാലും വരാൻ പാടാ. അപ്പം ഈ വണ്ടിയെല്ലാം ഇട്ടിട്ടും ആൾക്കാർ വരാത്ത എന്തുകൊണ്ടാ? എന്താ? ജ്ഞാനം വേണ്ടാത്ത, സത്യം ജ്ഞാനം വേണ്ടാത്തതുണ്ട്. പക്ഷേ ഞാൻ നടന്നു പോയിട്ടുണ്ട് യോഗ. ഇന്ന് കൺവെൻഷൻ നടത്താത്ത എന്തുകൊണ്ടാ? ചർച്ചകളൊക്കെ നാട്ടിൽ പോലും കൺവെൻഷൻ നടത്താൻ മടിയാണ്. കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ആൾക്കാർ പറഞ്ഞു ഒത്തിരി നാളുകൂടെ ഒരു വലിയ കൺവെൻഷൻ നടക്കും. സഭയിലെല്ലാം ഉപവാസ പ്രാർത്ഥന അല്ലാതെ കൺവെൻഷൻ കുറഞ്ഞു. എൻ്റെ ഒരു കാരണം എന്നാ? ആള് വരത്തില്ലെന്നുള്ളത്. ആള് വരത്തില്ല. സത്യമാണ്. എന്ത് വരത്തില്ല? ആള് വരത്തില്ല. ഞാൻ നടക്കുന്ന കൺവെൻഷനെല്ലാം പോയപ്പോഴെല്ലാം കൈ പൊക്കിച്ച് നോക്കി. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. 12 വയസ്സ് താഴെയുള്ള കൊച്ചു പിള്ളേർ അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ വന്നിരിക്കും. കൊച്ചു പിള്ളേർ ഞാൻ ഒത്തിരി എടുത്ത് കൈ പൊക്കിച്ചു. ഒരു 13-20 ഇടയ്ക്ക് പ്രായമുള്ളവർ ഒരാള്, 2 പേര്. 20-30 ഇടയ്ക്ക് പ്രായമുള്ളവർ ഒരു 3 പേര്. 30-40 ഇടയ്ക്ക് 4 പേര്. എല്ലാം എത്ര കഴിഞ്ഞവരാ? 50 കഴിഞ്ഞവരാ. ഞാൻ ഇവരെ കൊണ്ട് എന്തോ പ്രസംഗിക്കാറ്. 50 കഴിഞ്ഞവരാണില്ല. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഈ പിള്ളേർക്ക് വേണ്ടതേ അതാണ്. ഈ തലമുറ എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ആരെഴുന്നേറ്റ് വന്ന്? ശേബാരാജ്. എന്താ കാര്യം ചോദിച്ചാൽ ശേബാരാജ് എന്നെ അന്വേഷിച്ചു പോയി. ജ്ഞാനം അന്വേഷിച്ചു പോയി. നിങ്ങൾക്കറിയോ? ജ്ഞാനം അന്വേഷിച്ചു പോയി. ഞാൻ ഒത്തിരി വീടുകളിലൊക്കെ താമസിക്കാറുണ്ട്. വീടുകളിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ സെമിനാരിൽ പഠിക്കുമ്പോൾ കുതിച്ച പുസ്തകങ്ങളുണ്ട്. അത് മേടിക്കാൻ കാശില്ലാതെ പോയ പുസ്തകം. ഇതൊക്കെ ഓരോരുത്തരും മേടിച്ച് ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പുസ്തകം പറയാം, ഒന്ന് തുറന്നു നോക്കൂ, എന്നെ ഒന്ന് തുറന്നു നോക്കൂ. ഭയങ്കര ഡേക്സ് പാപ്പുകളും അത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? അതൊന്ന് തുറന്നാൽ തുമ്മി നമ്മുടെ ഇടപാട് തെറ്റും. കാരണം അതിനകത്ത് അടച്ചെന്താ? പൊടിയാണ്. അപ്പം വേദപുസ്തകം വായിക്കാത്തവരെ എല്ലാം ന്യായം വിധിക്കാൻ ആര് വരും? ശേബാരാജ്ഞി വരും. ശേബാരാജ്ഞിയുടെ മുമ്പിൽ പോയി നിന്നാൽ ധൈര്യമായിട്ട് ഞാൻ എവിടെ നിൽക്കുമെന്നുള്ളവരൊന്ന് കൈപൊക്കാവും. ശേബാരാജ്ഞിയുടെ മുമ്പിൽ കേട്ടിട്ടേ പറയാവൂ. ശേബാരാജ്ഞിയുടെ മുമ്പിൽ ഞാൻ പോയി നിന്നാൽ ഞാൻ ധൈര്യമായിരിക്കും അവിടെ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കും എന്ന് ഉള്ളിൽ പ്രാഗൽഭ്യം മാത്രം ഒന്ന് കൈവക്കാവും. ഇപ്പൊ അതിന്റെ അർത്ഥം ഒന്നും കേട്ടില്ലെന്നുള്ള. സ്ഥലം നാം തോന്നുന്നു എക്സ്കവേഷൻ എന്ന് എൻ്റെ ഒരു ഓർമ്മ. എനിവേ അവിടുന്ന് എവിടുന്നാണേലും അവിടം വരെ എന്ത് ചെയ്തു? പോയി. എന്തന്വേഷിച്ച? ഞാൻ അന്വേഷിച്ച. ഇവിടെയാണ് നമ്മൾ വചനം വായിക്കേണ്ട കാര്യം. ക്യൂൻ ഷേബ. മൂന്നാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ആരെന്നറിയാമോ? 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് ഈ തലമുറ എന്ത് ചെയ്യും? കേട്ടുണ്ടോ? 12 അവർ കാണും. പത്രോസ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്നെ 12 അപ്പോസ്തലന്മാർ എഴുന്നേറ്റ് നിങ്ങൾ ഈ 12 ഗോത്രങ്ങളെ എന്ത് ചെയ്യും? ഇസ്രായേലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രമാണ്. പക്ഷെ ഞാനത് ധ്യാനിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാഷയിൽ അതിന് വ്യാഖ്യാനിക്കാറുണ്ട്. എങ്ങാനും, കാരണം എല്ലാത്തിനും നമ്മൾ സംസാരിക്കാറില്ലേ, എങ്ങാനും 12 അപ്പോസ്തലന്മാര് ന്യായം വിധിക്കുന്നിടത്ത് എങ്ങാനും പോയി നിൽക്കേണ്ടി വന്ന മലയാളി ക്രിസ്ത്യാനി ഏത് അപ്പോസ്തലന്റെ മുമ്പിൽ പോയിരിക്കും? ഉറപ്പാണേ. എന്തുകൊണ്ടാണ് തോമസ് അപ്പോസ്തലന്റെ അടുത്ത് പോയി നിൽക്കുന്നത്? അതറിയോ? ഇല്ല, മോക്ക പറ, ഈ കുഞ്ഞുങ്ങൾ പറ. തോമസ് അപ്പോസ്തലന്റെ മുമ്പിൽ പോയി എന്തിന് നിൽക്കേണ്ടി വരും? യു ആർ എ മലയാളി ബേസിക്കലി. ബൈ ദ വേ, യു ആർ എ മലയാളി. മലയാളി ക്രിസ്ത്യാനി ഏത് അപ്പോസ്തലൻ പോയി മുമ്പിൽ നിൽക്കും? ആരാ? വൈ ഫാദർ ഓഫ് ഇന്ത്യയിൽ വന്ന അപ്പോസ്തലന്റെ പേരെന്താ? വിച്ച് അപ്പോസ്റ്റൽ കെയിം ടു ഇന്ത്യ? അതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ ആണ്. ആര് വന്നു? തോമസ് അപ്പോസ്തലൻ വന്നു. അപ്പോസ്തലന്മാരിൽ തോമസ് ആണ് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതാണ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ. വന്നു, എന്നിട്ട് എത്ര പള്ളി സ്ഥാപിച്ചു? അറിയാവുന്നവരൊക്കെ പറ. 7 അരപ്പള്ളി. അതാണ് ഒരു പള്ളി 7 പള്ളി. നിലക്കൽ നരണം വാല്യൂർ എന്ന് പറഞ്ഞ് എന്താണ് 7 പള്ളികൾ സ്ഥാപിച്ചു. കുറച്ച് ബ്രാഹ്മണ കുടുംബങ്ങൾ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തു. പകലമുറ്റം എന്നൊക്കെ എന്താണ്, കള്ളി, കാളാഞ്ചി, പകലമുറ്റം, ശങ്കരപുരി, ഇങ്ങനെ കുറെ കുടുംബങ്ങളെയൊക്കെ കൺവേർട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളതാണ് സ്ട്രോങ് ഇന്ത്യൻ ക്രിസ്ത്യൻ ട്രഡീഷൻ. അപ്പം ഈ മലയാളി ക്രിസ്ത്യാനി പോയി നിൽക്കേണ്ടി വന്ന ആരെടുക്ക വരും? തോമസിന്റെ അടുക്ക വരും. തോമസിന്റെ അടുക്ക പോയി നിന്നാൽ എനിക്ക് പേടിയാണ്. എന്നെ കാര്യം ചോദിച്ചാൽ ഞാനും ഫിലിപ്പും എല്ലാം റാന്നിക്കാരാണ്. ഞങ്ങളെ ആയിരിക്കും പിടിക്കുന്നത്. കാരണം ഈ റാന്നിയുടെ സോണിയോളെ റാന്നിയുടെ ഭാഗമായിരുന്നു നിലയ്ക്കൽ. ഇപ്പോൾ അത് കോന്നി അന്നോളും റാന്നി. നിലയ്ക്കൽ നിന്ന് കേട്ടുണ്ടോ? നിലയ്ക്കലൊന്ന് പോകണം. അതായത് എനിക്ക് പോകുന്ന വഴിക്കാണ്, വനത്തിനകത്താണ്.
അവിടെ പണ്ടൊരു പ്രശ്നം ഉണ്ടായി. 1983 1983 ഒരു കുരിശൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടായി. അന്ന് ഓർമ്മയുണ്ടോ? ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. ആ ഒടുവിൽ അത് സമവായത്തിലെത്തിയപ്പോൾ അതൊരു കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് ഇച്ചിരി മാറിയെടുത്തൊരു പള്ളി സ്ഥാപിച്ചു. അവിടെ വലിയൊരു കൽക്കുരിശ് സ്ഥാപിച്ചു. ആ കൽക്കുരിശൊക്കെ കൊണ്ടുവന്ന് നോക്കും, ഭയങ്കര ആഘോഷമായിട്ടാണ്. എനിക്കത് ഓർമ്മയുണ്ട്. ഞങ്ങൾ കുഞ്ഞാണ്. അങ്ങനെ നിലയ്ക്കൽ ഇന്നും പള്ളി സ്ഥാപിച്ചു. അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട്. ആ ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ക്യാമ്പ് നടത്താറുണ്ട്. ഇന്നും അവിടെ പോയ മോളെ അവിടെ ഇറങ്ങി വരുമ്പോൾ ആനയെ കാണാം. നോട്ട് കുഴിയാന, ഒറിജിനൽ ആന. ശരിക്കും ലിറ്ററലി അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിന് ഇറങ്ങി വരിക, സാധനം മേടിക്കാൻ വേണ്ടി പോവുക. ക്യാമ്പ് കണക്ക് 100-300 പിള്ളേരകത്തുണ്ട്. അപ്പം ഞാനും പാസ്റ്റർ വിജയകുമാറുണ്ട്. ഇപ്പൊ വിജയകുമാർ പാസ്റ്റർ ഞാനും കൂടെ വരും. വിജയകുമാർ പാസ്റ്റർ എന്ന് പറയുന്ന ആളെന്ന് കൊഞ്ഞാ പാസ്റ്റർ എൻ്റെ കൂടെ ഉള്ള വണ്ടി ഓടിക്കാം. ഞാൻ വിജയകുമാർ പാസ്റ്ററോട് ചോദിച്ചു, മോനെ അച്ചാച്ചൻ വണ്ടി ഓടിക്കണോ? വേണ്ട, എനിക്ക് ധൈര്യം കൂടുതലല്ല, നമ്മൾ അഭിനയിക്കണമല്ലോ, ഞാൻ വേണേൽ വണ്ടി ഓടിക്കാം. കാരണം എന്നാ, ഇറങ്ങി ചെന്നിടത്ത് എന്തുകൊണ്ട് ആനയുണ്ട്. ആന ഇവിടെ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യരുത്, വണ്ടി ഓഫ് ആക്കരുത്, റേസ് ചെയ്യരുത്, ഓൺ അടിക്കരുത്. നമ്മളിങ്ങനെ ആന വരുവാണെങ്കിൽ നേരെ വരുവാണെങ്കിൽ റിവേഴ്സ് കൊടുത്ത് ആന താരയുണ്ട്. ആന ഇറങ്ങി പോന്നിടത്ത് ശരി ഇറങ്ങി ചെന്നപ്പോൾ ആന ഓൺ അടിക്കരുത്, ഓഫ് ആക്കരുത്, വണ്ടി ഓഫായി പോയി. ഞാൻ നോക്കിയപ്പോ കാലൊക്കെ കെട്ടെന്നിടിക്കും. ലിറ്ററലി ഇന്നും അവിടെ എന്തുകൊണ്ട് ആനയുണ്ട്. ലിറ്ററലി ആനയുള്ള സ്ഥലത്ത് ആര് വന്നത്? സെന്റ് തോമസ് വന്നേ. രണ്ടാമത്തെ ഒരു കാര്യം, അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞ അച്ഛൻ്റെ പട്ടിയെ പുലി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പേടിച്ചിരിക്കാം. അപ്പം ഞങ്ങളിങ്ങനെ ക്യാമ്പ് കിടക്കുമ്പോൾ പിള്ളേരെ എല്ലാം കിടത്തുക. അതിനിടയ്ക്ക് ഈ ലൈറ്റ് പോയി. അപ്പോൾ ഒരുത്തൻ എന്തോ അറിയാം, ഇടയ്ക്ക് പുലി വരുന്നേന്ന് പേടിപ്പിക്കുക. അപ്പോൾ എല്ലാവരും പേടിക്കുകയാണ്. അവിടെ ഈ പുലിക്കഥയൊക്കെ പിന്നെ കഥ അങ്ങ് പരക്കുമല്ലോ. അപ്പൊ ഞാനൊരു പ്രാവശ്യം കൂടെ ഇതിങ്ങനെ തപ്പി നടക്കാം. നമ്മൾ വഴിയൊക്കെ കുറച്ചായിട്ട് നടക്കുക, പുലി വരുന്നതെന്ന് നോക്കി എന്തോ ചെയ്യുക. എന്നാലും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരല്ലേ. ചിലപ്പോൾ ഈ പുലി വരുന്ന എവിടെ ശബ്ദം എന്ന് അറിഞ്ഞപ്പോൾ ഒരു ജനലിൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം ഈ എൻ്റെ കൂടെ ജെയിംസാണ്, പുള്ളി ഭയങ്കര രസികനാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ സൈഡിൽ നിന്നപ്പോൾ ഇവൻ ഇടയ്ക്ക് ജനല് തുറന്നിട്ട് തല പുറത്തിട്ടിട്ട് പുലിയെന്ന് പറയാൻ തുടങ്ങി. ഈ പുള്ളിയെ കയറി അങ്ങ് പിടിച്ചു. ആരെ? ഈ തലയെ. അവൻ എന്തോ ചെയ്തെന്ന് ഞാൻ പറയണോ? അവൻ ഒന്നുക്കും പോയി, രണ്ടുക്കും പോയി. കാരണം അവനോർത്ത് അക്ഷരാർത്ഥത്തിൽ ആര് വന്നു വിറച്ച് പുള്ളി ഒരു പിടുത്തോ. അപ്പോ അവിടെ സെന്റ് തോമസ് വന്നെന്ന് പറയുന്നിടത്താണ് നമ്മുടെ ആൾക്കാർ പോയി നിൽക്കേണ്ട വന്നാൽ ഇന്ന് തന്നെ യോഗത്തിന് വരാൻ മഴയുടെ ഒരു കാർമികം കണ്ടതുകൊണ്ട് എന്ത് ചെയ്തില്ല, യോഗത്തിന് വന്നില്ല. ഇന്ന് തന്നെ യോഗത്തിന് വരാൻ ഞങ്ങളിവിടെ വന്നായിരുന്നു. പാർക്കിംഗ് അടുത്ത് കിട്ടാഞ്ഞത് കൊണ്ട് സെക്യൂരിറ്റി പറഞ്ഞു നിശ്ചിത അവിടെ ഇടാൻ പറഞ്ഞു. എന്നോട് സെക്യൂരിറ്റി ഞാനും പോയി ഇന്ന് തന്നെ വരാഞ്ഞു. എന്നോ ചൂടാന്നറിയാമോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, വന്നില്ല. ഇങ്ങനെ പറയുന്നവരെല്ലാം എവിടെ പോയി നിൽക്കേണ്ടി വരും? നിൽക്കേണ്ടി വന്നാലും അന്ന് അവിടെ വന്നു. 2000 വർഷം മുമ്പ് അന്ന് വന്നെങ്കിൽ നിലയ്ക്കൽ വന്നെന്ന് പറയുമ്പോൾ 2000 വർഷം മുമ്പ് നിലയ്ക്കലപ്പം എന്തോ ആയിരിക്കും. ഇതിൽ പോയി നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെ വന്നു. ഇന്ന് നമുക്കൊരു യാത്ര കഴിഞ്ഞാൽ ക്ഷീണമാണ്. ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു പാഷ ഉറങ്ങിക്കോളാൻ പറഞ്ഞു. കാരണം അത്രയും യാത്ര ചെയ്തപ്പോഴേ നമുക്ക് അന്ന് എങ്ങനെ വന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ത്യാഗം ചെയ്ത ഒത്തിരി പേരുണ്ട്. ഒരു ശകലം പോലും സാക്രിഫൈസ് ഇല്ലാത്ത എല്ലാവരെയും വിധിക്കാൻ ആര് വരുമെന്ന്? സെന്റ് തോമസ് വരുമെന്ന്. അപ്പൊ ഈ തെക്കേരാജ്ഞയുടെ മുമ്പിലും നിനവേക്കാരുടെ മുമ്പിലും അപ്പോസ്തലന്മാരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കേണ്ടി വന്നാ. അവിടെ ഒരാളെ കൂടെ വരുമെന്നുണ്ട്. മത്തായി 25 തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഈ ചെറിയവർ എന്ത് ചെയ്യും? നിങ്ങളെ ന്യായം വിധിക്കും. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല, ഉടുപ്പിച്ചില്ല. അങ്ങനെ പല വിധികൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, നിനവേക്കാരുണ്ടായിരുന്നു, തെക്കേരാജ്ഞ ഉണ്ടായിരുന്നു. ഒരു കാര്യം ഓർത്തോണേ, ഞാനും നിങ്ങളും എല്ലാം എന്ത് വായിക്കണം? ദൈവത്തിന്റെ വചനം വായിക്കണം. പറഞ്ഞേ, ദൈവത്തിന്റെ വചനം വായിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കണം. കരങ്ങളിൽ ബൈബിൾ എടുത്തു വെച്ചെന്ന് പറഞ്ഞ് വചനം ഒന്ന് വായിക്കണം. വചനം വായിച്ച് വചനം കാണാൻ പഠിക്കണം. വചനം കാണാൻ പഠിക്കുമ്പോൾ വചനങ്ങൾ വരാൻ തുടങ്ങും. വചനങ്ങൾ വരുമ്പോൾ ഒരു കാര്യം സത്യമാണ്, അത്ഭുതം നടക്കാൻ തുടങ്ങും. ക്യാൻസർ വന്ന് 4th സ്റ്റേജിലായ ഒരു ആന്റി എന്നോട് സാക്ഷ്യം പറയാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആന്റി ഒറ്റ കാര്യം പറഞ്ഞു, ഒറ്റ വചനം പറഞ്ഞു നടന്നു, അടിപ്പിണരുകളാൽ നിനക്ക് വന്നിരിക്കുന്നു. അത് പറഞ്ഞ് വലിയ അത്ഭുതം നടന്നില്ല. കിടന്ന ആന്റി എഴുന്നേറ്റ് ആന്റി നടന്ന ആന്റി ഇന്ത്യ വന്നു. ഒറ്റ കാര്യം, വചനം പറഞ്ഞുകൊണ്ട് നടന്നു. വചനം പറയണമെങ്കിൽ അകത്ത് എന്തോ വേണം?
വചനം വേണം. പഠിക്കാൻ പാടാണോ? പറയണം. അതിനെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഈ പരീക്ഷ പാസ്സാകത്തില്ല, പാടാ. നിന്നെ ഞാൻ എന്ത് ചെയ്യും? ചാടിക്കടക്കും. നിന്നെ ഞാൻ പടക്കൂട്ടം നേരെ എന്ത് ചെയ്യും? പാഞ്ഞിയെല്ലും. ഹല്ലേലൂയ. പ്രതിസന്ധികളാണ്. പറയണം. ഉന്നതനും അതിന്റെ മുകളിൽ അത്യുന്നതനും ഉണ്ട്. രാജാക്കന്മാരുടെ ഹൃദയത്തെ എങ്ങനെ തിരിക്കും? നീർത്തോട് പോലെ തിരിക്കും. എല്ലാത്തിനും ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നടക്കാമോ? ഏത് പ്രശ്നമാണോ അതിനുള്ള വചനം പറയണം. അതിനുള്ള വചനം പറഞ്ഞാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും. വചനത്തിനകത്ത് ഭയങ്കര അത്ഭുതമാണ്. വചനത്തിനകത്ത് കരങ്ങൾ അടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് വചനം പറയണം. 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 രോഗമാണെങ്കിൽ രോഗസൗഖ്യത്തിന്റെ വചനങ്ങൾ പറയണം. പ്രശ്നങ്ങളാണെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വചനം പറയണം. ഹല്ലേലൂയ.